യേശു ആ മധ്യസ്ഥൻ എന്ന് മറന്നു പോകരുത്. ലോക ചരിത്രത്തിൽ ഇതുപോലെ ഒരു സിനിമ ഉണ്ടാക്കി കാണത്തില്ലായിരിക്കും. ലോക സമയത്ത് ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ലായിരിക്കും. ബലവാനായിരിക്കുന്ന ഫറോഹന്റെ കീഴിൽ നിന്നും തന്റെ രക്തമെന്ന ആ കട്ടിളമേലും കുറുമടിമേലും ഒരു ആടിനെ അറുത്ത് രക്തം പെരട്ടിയതോടെ സംഹാരദൂതൻ ഫറോഹന്റെ രാജ്യത്തെ നശിപ്പിക്കുമ്പോൾ രക്തത്തിന്റെ മുദ്രയിട്ടിരിക്കുന്ന ഒരൊറ്റ ഭവനത്തെ തൊടാതെ സംഹാരദൂതൻ തന്റെ ജനത്തെ വിട്ടേച്ച് അവർ വലിയൊരു പുറപ്പാട് തുടങ്ങി. അവർ പോകുന്നിടത്തെല്ലാം ചെങ്കടലിന്റെ മുമ്പിൽ വന്നു. ചെങ്കടലിന്റെ മുമ്പിൽ വരുമ്പോഴും മോശ മുമ്പിൽ നിൽക്കുമ്പോൾ മോശ കരയുമ്പോൾ ദൈവം പറഞ്ഞു, നീ കരയേണ്ട ആവശ്യമില്ല. നിന്റെ നിലവിളി അബ്രഹാമിന്റെ ഉടമ്പടി എന്നെ ഓർമ്മിപ്പിക്കും. മുമ്പിൽ ചെങ്കടലാണേലും അതിന്റെ മധ്യത്തിൽ ഉണങ്ങിയ പാത കൊണ്ട് കൊണ്ടുപോകാമെന്ന് എനിക്ക് അബ്രഹാമിനോടുള്ള വാക്ക് ഞാൻ ഓർക്കും. ഇസ്രായേൽ ജനം ചെങ്കടൽ പടർന്നു. ഇതുപോലെ അത്ഭുതം കണ്ട ഒരു ജനമില്ല. എന്നാൽ അവർ രക്തത്തിന്റെ ഉടമ്പടി മറന്നു. അവരെന്നൊക്കെ പാപം ചെയ്തുവോ, അവരെന്നൊക്കെ ദൈവത്തോട് മത്സരിച്ചുവോ, അവർ ഉടമ്പടിയിൽ നിന്ന് മാറിപ്പോയി. അവർ ബന്ധനത്തിലായി. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് അവരുടെ മധ്യത്തിൽ മോശയുടെ കാലം കഴിഞ്ഞതുകൊണ്ട് ദൈവം ഒരു പുരോഹിതനാക്കി. അവന്റെ പേരാണ് അഹരോൻ. അഹരോൻ ബലി കഴിക്കുമ്പോൾ അഹരോൻ ഒരു പ്രശ്നമുണ്ട്. ആദ്യമേ അഹരോൻ ചെയ്യേണ്ടത് തന്റെ സ്വന്തം പാപത്തിന് ഒരു യാഗം കഴിപ്പിക്കണം. പിന്നെ വേണം ജനത്തിന്റെ പാപത്തെ കഴിക്കുവാൻ. അഹരോൻ അല്ലെങ്കിൽ കൂനമില്ലാത്ത ഒരു പെർഫെക്റ്റ് ആടിനെ മുറിക്കുമ്പോൾ ആ രക്തമെടുത്ത് താൻ അവിടെ അതിവിശുദ്ധ സ്ഥലത്തുള്ള എല്ലാത്തിന്റെ മേലും തളിക്കുമ്പോൾ അഹരോൻ ചെയ്യുന്നത് ജീവനില്ലാത്ത, വീണ്ടും ജനിക്കാത്ത, നിത്യജീവനില്ലാത്ത, യാതൊരു തരത്തിൽ ആത്മാവില്ലാത്ത ആ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ജീവനുള്ള രക്തം തളിക്കുവാൻ തുടങ്ങി. വചനം പറയുന്നു, രക്തത്തിൽ അത്രേ ജീവൻ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ചേർന്ന ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകൽ ഈ ടെന്റിൽ ഇരിക്കുന്ന പുതുതായി വന്നിരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഏതോ കെട്ട് കഥയ്ക്ക് കേൾക്കുവാനല്ല നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. സ്നാനപ്പെട്ട രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, ഏതോ കെട്ട് കഥയിലല്ല നിങ്ങൾ പെട്ടുകിടക്കുന്നത്. ജീവിക്കുന്നതും നിലനിൽക്കുന്നതും വീണ്ടും വരുന്ന യേശുവിനെ വിശ്വസിച്ചതുകൊണ്ട് നിങ്ങൾ ദൈവ പൈതലായി മാറി. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ഈ വചനത്തിന്റെ വള്ളിയും പുള്ളിയും മാറത്തില്ല. അഹരോൻ യാഗം അർപ്പിക്കുവാൻ തുടങ്ങി. ചത്തുകിടക്കുന്ന ഇസ്രായേലിന് വേണ്ടി ജീവനുള്ള ആടിനെ അർപ്പിച്ചു. എന്നാൽ ദൈവത്തിന് പിടികിട്ടി, ഇതുകൊണ്ടും പാപത്തിന്റെ അല്ലെങ്കിൽ ശാപത്തിന്റെ നിലവിളി മാറാൻ പോകുന്നില്ല. വചനം പറയുന്നു, യേശു ക്രിസ്തുവിനെ കർത്താവ് അയച്ചു. യേശു ക്രിസ്തു കാണിച്ചു കൊടുത്ത രാത്രിയിൽ താൻ അപ്പം എടുത്തു. താൻ പാനപാത്രം എടുത്തോണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇത് എന്റെ രക്തം. ഇത് അനേകരുടെ പാപമോചനത്തിനായി പുതിയ ഉടമ്പടി. പറഞ്ഞാട്ടെ, പുതിയ ഉടമ്പടി. വേദപുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ എബ്രായർക്ക് എഴുതിയ ലേഖനം, ചിലർ പറയുന്നു പൗലോസ്, ചിലർ പറയുന്നു ആരുമല്ല. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാ പറഞ്ഞു, ഇറ്റ് ഈസ് പോൾ. പൗലോസ് ഇത് എഴുതിയത്. പൗലോസ് അത് എഴുതുമ്പോൾ താൻ ഇങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾ എബ്രായർക്ക് എഴുതിയ ലേഖനം പഠിക്കുമ്പോൾ 3 കാര്യങ്ങൾ അവിടെ എടുത്തു പറയുന്നത്. ഒന്ന്, മോശെക്കാലും വലിയ ഒരു മധ്യസ്ഥൻ, ഒരു വീണ്ടെടുപ്പുകാരൻ യേശു. അഹരോനെക്കാളും വലിയൊരു പൗരോഹിത്യം ലഭിച്ച മഹാപുരോഹിതൻ യേശു. മൂന്നാമത്തെ എബ്രായർക്ക് എഴുതിയ ലേഖനം വിളിച്ചു പറയുന്നു, ആടിന്റെയോ കാളയുടെ രക്തമല്ല, യേശുവിന്റെ രക്തം അത്രേ നിങ്ങളെ വീണ്ടെടുത്തത്. ഹല്ലേലൂയ. ചേർന്ന ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ആടിന്റെയും കാളയുടെയും രക്തം അറുക്കപ്പെട്ട് നശിച്ചു കിടക്കുന്ന ജനം. അഹ്റോൻ 2 ആടിനെ കൊണ്ടുവരും. അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കും മുമ്പേ ഒരാടിനെ വെട്ടി അതിന്റെ രക്തം ജീവന് വേണ്ടി, അല്ലെങ്കിൽ ഒരു കണക്ഷൻ കിട്ടുവാൻ, ദൈവമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുവാൻ ജീവൻ അർപ്പിച്ചുവെങ്കിൽ ഒരാടിനെ അഹ്റോൻ എടുത്ത് ഇസ്രായേൽ ജനത്തിന്റെ മുഴുവൻ ശാപവും ഇസ്രായേൽ ജനത്തിന്റെ മുഴുവൻ പാപം ചുമത്തിക്കൊണ്ട് ആ ആടിനെ കാട്ടിലോട്ട് ഇറക്കി വിടും. ആ കാട്ടിലോട്ട് പോകുന്ന ആട് എന്താണ് കാണിക്കുന്നത്? അത് കാണിക്കുന്നത് ഇസ്രായേലിന്റെ ശാപം, ആ ഇസ്രായേലിന്റെ പാപം ചുമന്നുകൊണ്ട് ആ ആട് കാട്ടിലോട്ട് പോകുമ്പോൾ കാട്ടിലെ ചെന്നായും കാട്ടിലെ സിംഹവും അതിനെ കടിച്ചു കീറി കളയും. അവർ വിശ്വസിക്കും, 1 വർഷത്തേക്ക് ഞങ്ങളുടെ കാര്യം ഓക്കെ ആയി. എന്നാൽ വേദപുസ്തകം എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, ഓരോ പ്രാവശ്യം അവർ യാഗം അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഓർമ്മ വരുന്നത്, ഈ യാഗം പാപത്തെ മോചിക്കത്തില്ല, പാപത്തെ മറയ്ക്കുകയത്രേ ചെയ്യുന്നത്.
പഴയ നിയമത്തിലെ ഒരു യാഗത്തിനും പാപത്തിൽ നിന്നൊരു വിടുതലില്ലായിരുന്നു. 1 വർഷത്തേക്ക് പാപം മറയ്ക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ മടങ്ങി അടുത്ത വർഷം വരണം, അടുത്ത യാഗം വേണം. കാര്യം പാപം ഒരിക്കലും തീരുന്നില്ല. ഇന്ന് പ്രിയമുള്ളവരെ, പാപം നിലനിൽക്കുന്നോളം കാലം സമൃദ്ധിയോ അനുഗ്രഹവും ഇല്ല. പാപം ആണ് കീ കോസ്. അങ്ങനെയാണെങ്കിൽ പാപം എന്താണ്? ദൈവം ഞങ്ങളുമായിട്ടുള്ള ബന്ധം മുറിക്കുന്നതാ പാപം. ദൈവം മനുഷ്യനുമായിട്ടുള്ള ബന്ധം മുറിക്കുന്നതാണെങ്കിൽ, എഫീഷ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം ഇങ്ങനെ പറയുന്നു, മുമ്പേ നിങ്ങൾ ദൈവമില്ലാത്തവരും പ്രത്യാശയില്ലാത്ത ജനമായിരുന്നെങ്കിൽ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ അവൻ നമ്മെ അടുത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. ചേർന്ന് ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ശബ്ദമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നു, കൂടെ നടന്ന ശിഷ്യന് ഇത് പിടികിട്ടിയില്ല. അവരോർത്തത് ഒരു രാജ്യം സ്ഥാപിക്കാൻ വന്നിരിക്കുന്ന രാജാവ്, അതിന്റെ അപ്പുറം അവർക്കൊന്നും പിടികിട്ടുന്നില്ല. യേശു ക്രിസ്തു കാൽവരിയിൽ യാഗമായി തീർന്നു. ഒരു വലിയ യാഗം അവിടെ നടന്നു. പുറമെ നോക്കിക്കഴിഞ്ഞാൽ പൗലോസിനും പത്രോസിനും യോഹന്നാനും വളരെയധികം പ്രയാസമുണ്ട്. ഒരു രക്തം പുരണ്ടിരിക്കുന്ന ശരീരം. യെശയ്യാ പ്രവചനം ഇങ്ങനെ പറയുന്നു, അവനെ കണ്ടാൽ നോക്കാൻ പറ്റാത്ത വിധം അവൻ വികൃതിയായി തീർന്നു. യേശു ക്രിസ്തുവിന്റെ രക്തം ശരീരത്തിലൂടെ ഒഴുകുമ്പോൾ ആ രക്തം എന്താ ചെയ്യുന്നത്? നിർജീവമായിരിക്കുന്ന, മരിച്ചു കിടക്കുന്ന നിങ്ങളെയും എന്നെയും ആ രക്തം ദൈവത്തിന്റെ അടുക്കൽ കൊണ്ടുവരുവാനായി തുടങ്ങി. നമ്മൾ പരദേശികളായിരുന്നു, ഇസ്രായേലായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരായിരുന്നു. എന്നാൽ പരദേശികളായിട്ട്, വാഗ്ദത്തമില്ലാത്ത, ദൈവമില്ലാത്ത ജാതികളായ നിങ്ങളെയും എന്നെയും തന്റെ രക്തം അവിടെ ഒഴുകുമ്പോൾ നിർജീവമായ, മരിച്ചു കിടക്കുന്ന നിങ്ങളെയും എന്നെയും ഒരു പ്ലാറ്റ്ഫോം പോലെ വീണ്ടും ജീവിപ്പിക്കുവാൻ യേശു ക്രിസ്തു അവിടെ രക്തം ചൊരിയുവാനായി തുടങ്ങി. പുറമെ കണ്ടപ്പോൾ ആർക്കും പിടികിട്ടിയില്ല. ക്രൂശ് ഒരു ആരംഭം മാത്രമായിരുന്നു. യേശു ക്രിസ്തു അതിന് ശേഷം സാത്താന്റെ സാമ്രാജ്യത്തിൽ പ്രവേശിച്ചു. ഇതുവരെയും മനുഷ്യവർഗത്തെ തകർത്തവൻ, ഇതുവരെയും രോഗം തന്ന, പീഡനം തന്ന പിശാചിനെ യേശു ക്രിസ്തു അവന്റെ ആയുധവർഗങ്ങളെ കീഴ്വെപ്പിച്ചു. വചനം പറയുന്നു, അവന്റെ സർവായുധങ്ങളെയും കീഴ്വെപ്പിച്ച് അവന്റെ മേൽ ജയോത്സവം നടത്തി. ചുരുക്കം പറഞ്ഞാൽ സാത്താന്റെ സാമ്രാജ്യത്തെ കയറി, യഹൂദ ഗോത്രത്തിലെ സിംഹം അവിടെ കയറി. ഹല്ലേലൂയ. അവന്റെ ഓരോ മുറിക്കകത്തും കയറി അവൻ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാം, ദാരിദ്ര്യവും എല്ലാ രോഗത്തെയും എല്ലാത്തിനെയും എല്ലാം, സാക്ഷാൽ ലൂസിഫറിനെ പോലും താൻ നിർവീര്യമാക്കി. പിശാചിന്റെ പല്ലെടുത്തു, പിശാചിനെ തളർത്തി. യേശു ക്രിസ്തു അതിനുശേഷം പിശാചിനെ അവസാനമായ ഒരു ഇടി കൊടുക്കാൻ റെഡിയായി നിന്നപ്പോഴാണ് യേശു ഓർത്തത് നിങ്ങളെ കുറിച്ചും എന്നെ കുറിച്ചും. യേശു പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നു എന്ന്. ആ വാക്ക് യേശു പെട്ടെന്ന് ഓർത്തപ്പോൾ യേശു പിശാചിനോട് പറഞ്ഞു, പിശാചേ